ഹലോ, കുറച്ച് ദിവസം മുമ്പേ നമ്മളൊരു വൺ ഡേ ടൂർ പോയിരുന്നു. ചെറ റോക്ക് ബീച്ച് റിസോർട്ട് കണ്ണൂരിലേക്ക്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്കിംഗ് ടൈം. പക്ഷേ നമ്മളെത്തുമ്പോഴേക്കും 4 മണിയായി. നമ്മൾ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്ക് ചായയൊക്കെ കിട്ടി. ചായേൻ്റെ കൂടെ നല്ല ചൂട് ഉള്ളിവടയും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച്. ഇതൊരു കംപ്ലീറ്റ്ലി പ്രൈവറ്റ് റിസോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. ശരിക്കും അവിടെ നമ്മൾ മാത്രമുള്ളതായിട്ടേ തോന്നും. അതാണ് അവിടുത്തെ പ്ലസ് പോയിൻറ്റും. നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ കളത്തിലേക്ക് ഇറങ്ങി. ആദ്യം ഊഞ്ഞാലാട്ടമായിരുന്നു വിനോദം. ഓരോരാൾ മാറി മാറി ഊഞ്ഞാലാടാൻ തുടങ്ങി. ഇപ്പോൾ ചോദിക്കും ഊഞ്ഞാലാടാനാണെന്ന് അങ്ങോട്ട് പോയിരുന്നു. അങ്ങനെയല്ല, ഒരു ബീച്ച് സൈഡിൽ ഊഞ്ഞാലാടൽ എന്ന് വെച്ചാൽ അതൊരു വേറെ തന്നെ വൈബല്ലേ. പക്ഷേ ബീച്ച് സൈഡിൽ സൺസെറ്റും കണ്ടുകൊണ്ട് ഊഞ്ഞാലാടുക എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത വൈബാണ്. വല്ലാത്തൊരു ആശ്വാസമാണ്, മൈൻഡിനൊരു റീഫ്രഷ്മെൻ്റാണ്. അതനുഭവിച്ചാലേ മനസ്സിലാവും. അതിനുശേഷം നമ്മൾ ഓടാനും ചാടാനൊക്കെ തുടങ്ങി. കടൽ കണ്ടാൽ പിന്നെ വെറുതെ ഇരിക്കാൻ നമുക്ക് പറ്റുമോ അല്ലേ? അങ്ങ് കുളിക്കുക തന്നെ. പക്ഷേ ദേവൂട്ടന് കടൽ കണ്ടാൽ ഒരു പ്രത്യേക ആക്രാന്താണ്. അവനത് പേടിയേയില്ല. പക്ഷെ ഉണ്ണി നേരെ മറിച്ചാണ്. ഉണ്ണിക്ക് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ് കേട്ടോ. ഇവിടുന്ന് പോകുമ്പോഴേക്കും ഉണ്ണീൻ്റെ പേടി ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും മുഖത്തിലെ സന്തോഷം കണ്ടാ. ഇത്രയും നമ്മൾ ഉദ്ദേശിച്ചുള്ള ഈ ട്രിപ്പ് കൊണ്ട് എല്ലാ ടെൻഷൻസും എല്ലാ ഡെയിലി റൂട്ടീൻസും ഒക്കെ മറന്ന് മൈൻഡ് ഒന്ന് റീഫ്രഷ് ആയിട്ടിരിക്കണം. അത് നമുക്ക് ഈ ട്രിപ്പ് കൊണ്ട് സാധിച്ചു. നമ്മളെല്ലാവരും അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. ദേവൂട്ടനെയും കൊണ്ട് ഓട്ടമത്സരം നടത്താൻ നോക്കിയിട്ട് നടന്നിട്ടാ. കണ്ണ് തെറ്റുമ്പോൾ സൈഡിലേക്കൊരു വലിവുണ്ട് വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. കണ്ടാ സൈഡ് വലിവ് കണ്ട. അപ്പോഴേക്കും സന്ധ്യയായിട്ടാ. നമ്മൾ ആകെ നനഞ്ഞു കുളിച്ചുകൊണ്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ഡിന്നർ സെറ്റായി. ചോറ്, ചപ്പാത്തി, മീൻ, ചിക്കൻ കറി, വെജിറ്റബിൾ കറി എല്ലാം ഉണ്ടായിരുന്നു ഡിന്നറിന്. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ റൂമിലേക്ക് പോയി ഉറങ്ങി. രാവിലെ 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ ബെഡ് കോഫി റെഡിയായി. ഇതൊക്കെ നമ്മൾ ടൈം പറഞ്ഞതനുസരിച്ചാണ് കൊണ്ടുവരുന്നത്. നമ്മളങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് കോഫി കുടിച്ചിരുന്നു. പിന്നീട് രാവിലത്തെ കടലിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിക്കാൻ ഇറങ്ങി. രാവിലെ ആയതുകൊണ്ട് ചൂടായിരിക്കും എന്നാണ് വിചാരിച്ചത്, ബീച്ച് സൈഡല്ലേ. പക്ഷെ അങ്ങനെയല്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഫോട്ടോഷൂട്ടിന് ഇറങ്ങി. വീണ്ടും ഊഞ്ഞാലാട്ടം. പിന്നെ കടൽ തീരത്തേക്കൂടെ ഇങ്ങനെ നടന്നു. ചെറിയ കളികളിലൊക്കെ ഏർപ്പെട്ടു. അച്ഛനും മക്കളും ചെറിയ യോഗാസനമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഹെവി ആയിരുന്നു കേട്ടോ. പുട്ട്, കടല, മുട്ട ഓംലേറ്റ്, പഴം നിറച്ചത്, ബ്രെഡ്, പിന്നെ മിൽക്ക് ഷേക്ക്, പിന്നെ ഫ്രൂട്ട്സ്. അത്യാവശ്യം നല്ല ഹെവി ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വയറ് നിറഞ്ഞു. 11 മണിയാകുമ്പോഴേക്കും നമ്മുടെ ചെക്ക് ഔട്ട് ടൈമായിട്ടോ. അപ്പോഴേക്കും ഹാപ്പി ആയിട്ട് നിറഞ്ഞ മനസ്സോടെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ പിന്നെ ശരി, സീ യു.